സമാധാനമോ? എന്റെ മരണം അത്ര സമാധാനമായിരുന്നില്ല. ഞാൻ അനുഭവിച്ച വേദന ഇവനും അനുഭവിക്കണം. എങ്കിലേ എനിക്ക് മോചനയുള്ളൂ. ഇദ്ദേഹം നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അതിന് പകരം നിങ്ങൾ എന്നെ ബലിയാടാക്കിയില്ലേ? ഇനി ഇവിടുന്ന് പോയി കന്നൂടെ? വർഷ കരയുന്നത് പോലെ ചോദിച്ചു. മനു ഇരുവരുടെ സംഭാഷണം കേട്ട് പേടിച്ച് വിറച്ചുപോയിരുന്നു. തൻ്റെ ഭാര്യ ഒരു പ്രേതമായതിലും മറ്റൊരു പ്രേതവുമായി സംസാരിക്കുന്നതിലും അയാൾക്ക് ഭയവും ദുഃഖവും ഒരുപോലെ തോന്നി. പെട്ടെന്ന് വർഷ മനുവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ സ്നേഹവും സങ്കടവും നിറഞ്ഞിരുന്നു. മനുവേട്ടാ, പേടിക്കണ്ട. ഞാൻ ഇദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാം. ഇനി ഒരിക്കലും ഇദ്ദേഹം തിരികെ വരില്ല. വർഷ തൻ്റെ കൈകൾ കൂപ്പി കണ്ണുകളടിച്ചു. മുറിയാകെ ഒരു സ്വർഗീയ പ്രകാശം നിറഞ്ഞു. അവളുടെ സ്നേഹത്തിൻ്റെ ശക്തി നീല വെളിച്ചത്തിലെ പ്രേതത്തിനുമേൽ ആഞ്ഞടിച്ചു. നീലപ്രേതം വേദനയോടെ നിലവിളിച്ചു. അതിൻ്റെ രൂപം മങ്ങാൻ തുടങ്ങി. മെല്ലെ വെളിച്ചത്തിലായി അലിഞ്ഞു ചേർന്നു. നീല വെളിച്ചത്തിലെ പ്രേതം അപ്രത്യക്ഷമായപ്പോൾ ലക്ഷ്മി പതിയെ മനുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. എനിക്കറിയാം, ഇത് കണ്ട് പേടിച്ചിരിക്കുകയായിരിക്കും, വർഷ പറഞ്ഞു. പക്ഷേ എനിക്കിത് ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ ഓർമ്മകളുമായി ഈ ലോകത്ത് കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിനിയും ഈ രൂപത്തിൽ തുടരാനാവില്ല. മനുവിനുണ്ടായിരുന്ന പേടി മെല്ലെ സ്നേഹത്തിനു വഴിമാറി. വർഷ, നീ എന്നെ വിട്ടു പോകരുത്. എനിക്ക് നീയില്ലാതെ. പോകണം മനുവേട്ട. എന്റെ ആത്മാവിന് മോചനം കിട്ടാൻ സമയമായി. ഞാൻ ഇതുവരെ ഇവിടെ നിന്നത് നിങ്ങളെ സംരക്ഷിക്കാനായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതനാണ്. ഈ വീട് ശാന്തമായിരിക്കും. നന്നായി ജീവിക്കണം. എന്നെ ഒരു ദുഃഖിച്ചിരിക്കരുത്. വർഷയുടെ മുഖം കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. അവൾ ഒരു പുഞ്ചിരിയോടെ മനുവിനെ നോക്കി. ആ പുഞ്ചിരിയിൽ സമാധാനവും വിടവാങ്ങലിൻ്റെ വേദനയും ഉണ്ടായിരുന്നു. ഞാൻ പോന്നു മനുവേട്ട. എനിക്ക് പോകാൻ സമയമായി. എന്നെ മറക്കരുത്. ആ വാക്കുകൾ അവസാനിച്ചതും ലക്ഷ്മിയുടെ രൂപം ജനലിലൂടെ ആകാശത്തേക്ക് പോയി. മനു തളർന്ന് കസാരയിലേക്ക് ഇരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾക്ക് പേടിയല്ലായിരുന്നു, പകരം വലിയൊരു ശൂന്യതയാണ് തോന്നിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മനു എഴുന്നേറ്റ് ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി. ആകാശം ശാന്തമായിരുന്നു, ആ വീടുപോലെ. നിറ കണ്ണുകളോടെ അയാൾ പറഞ്ഞു. ഇല്ല വർഷ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ ജീവിക്കും.